അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിട്ടുള്ളത്, അധികം ലെങ്ത്തൊന്നുമില്ല. ഞാനൊരു പുതിയൊരു ഇല നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതാണ് സാധനം. ഇതെന്താണെന്നറിയാവോ? നെയ്ക്കുഴുപ്പാന്ന് കേട്ടോ അതിന് പറയാം, നെയ്ക്കുഴുപ്പ. ഇത് നമ്മൾ പരിപ്പിൽ മുരിങ്ങേൻ്റെ ഇലയൊക്കെ വയ്ക്കൂലേ, അതുപോലെ തേങ്ങ അരച്ചിട്ട് വയ്ക്കും കേട്ടോ. നല്ല രസമാണ്. പിന്നെ ഇത് മാത്രം തേങ്ങ അരച്ച് വയ്ക്കും. അപ്പോൾ അതാണ് ഇന്ന് എൻ്റെ കറി. അപ്പോൾ അത് പറിക്കാൻ വന്നപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അത് കണ്ടില്ലേ, നല്ലതാട്ടോ ഇത്. നല്ല ഇപ്പോൾ ഈ കർക്കിടകത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ സാധനം. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ ഊരി എടുക്കണം കേട്ടോ. ഇതാ അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ഇല സെപ്പറേറ്റ് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ എടുക്കണം. മുറിച്ചല്ല, ഇല നുള്ളിയിടണം. അങ്ങനെ എന്താ നമ്മൾ മുരിങ്ങേൻ്റെ ഇലയൊക്കെ ഇടുമ്പോൾ തന്നെ നുള്ളിയിടണം. ഇനി ഇത് വേണമെങ്കിൽ അരിയേണ്ടവർക്ക് അരിയാം, പക്ഷേ അരിയേണ്ട ആവശ്യമില്ല. ഇത് പരിപ്പിലേക്ക് ഇടുമ്പോഴേക്ക് തന്നെ ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും തന്നെ ഇങ്ങനെ നല്ലോണം അലിഞ്ഞു പോവും. അങ്ങനത്തെ ഒരു ചെടിയത്. ഇത് കാണാത്തവരൊക്കെ ഉണ്ടാവും ഈ ഇലയ്ക്ക്. അപ്പോൾ കാണാത്തൊന്നും ഇല കാണും, പക്ഷേ ഇത് കറി വയ്ക്കാൻ പറ്റുന്നതാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. നല്ല രസമാട്ടോ അത്. നല്ല ടേസ്റ്റ് അത് ഉണ്ടാക്കിയതിൽ. ഞാനിപ്പോൾ ഇത് വയ്ക്കാൻ പോണ വെറും തേങ്ങ മാത്രം അരച്ചിട്ടാണ്, പരിപ്പിലല്ല. പരിപ്പൊന്നും ഇടാണ്ട് തേങ്ങ മാത്രം അരച്ചിട്ട് വയ്ക്കുക. അങ്ങനെ വയ്ക്കാം. ഇവിടെ അങ്ങനെയാണ് കുറച്ചുകൂടി ഇഷ്ടം, അതുകൊണ്ട് ഇങ്ങനെ വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നും ഞാൻ കാണിക്കില്ല. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ കറി വയ്ക്കുമ്പോൾ തന്നെ തേങ്ങയൊക്കെ അരച്ച് ലാസ്റ്റ് വറവിട്ടെടുക്കുന്ന അത്രയേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഈ ഇലയൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നാളെ കാണാം കേട്ടോ. വേറെ ഇലകളുമായിട്ട് നാളെ കാണാം. ഓക്കേ.